ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡൽഹി ഹുമയൂൺ ടോംബ് അഥവാ ഡോർമെറ്ററി ഓഫ് മുഗൾസ് പരിചയപ്പെടാം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഡൽഹി സുൽത്താനായ ബാബറിൽ തുടങ്ങി ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് അങ്ങനെ നീളുന്ന 20 മുഗൾ ചക്രവർത്തിമാരും അവരുടെ 331 വർഷം നീണ്ടുനിന്ന സാമ്രാജ്യത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഡൽഹി. ഹുമയൂണിൻ്റെ ഭാര്യ ബീഗം ഹുമയൂണിന് വേണ്ടി പണികഴിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാർഡനോടുകൂടിയ ഇൻഡോ പേർഷ്യൻ സ്റ്റൈലിൽ പണികഴിപ്പിച്ച കുടീരം. ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് താജ്മഹൽ വരെ പണിതിട്ടുള്ളത്. ബാബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ 150ഓളം വരുന്ന കുടുംബാംഗങ്ങളും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി സ്ഥലമാണ്. രാവിലെയൊക്കെ വരുവാണെങ്കിൽ ആളും തിരക്കൊന്നുമില്ല. ആ സമയത്ത് ഇഷ്ടം പോലെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം. ഇതാണ് ഹുമയൂൺ ടോംബിൻ്റെ കംപ്ലീറ്റ് വൈഡ് ആംഗിൾ. നല്ല ഏരിയ ഉണ്ട്, കിട്ടുന്ന അത്ര ഞാൻ കാണിക്കാം. ഇതാണ് കംപ്ലീറ്റ് ഹുമയൂൺ ടോംബ്. അതിൻ്റെ വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതാണ് ബാബറുടെ ടോംബ്. ഇതൊക്കെ നല്ല പീസ്ഫുൾ പ്ലേസാണ്. ഒരുപാട് ആൾക്കാർ വന്നിരിക്കാറുണ്ട്, പക്ഷെങ്കിൽ അലമ്പൊന്നുമില്ല, ഒരു ശല്യമില്ല. എല്ലാവരും വൺ ഡേ ട്രിപ്പ് മാതിരി ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകും. ഇത് കണ്ടോ, ഒരു ഡാമിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വരുന്നത്. അതേപോലെയാണ് ഹുമയൂൺ ടോംബിൻ്റെ ഗാർഡനിലേക്ക് ആവശ്യമുള്ള വെള്ളമെല്ലാം ഇവരെത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 3 കിലോമീറ്ററോളം നീളമുള്ള ഈ ചാൽ വഴിയാണ് 10 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഹുമയൂൺ ടോംബും ഗാർഡനിലേക്കും എല്ലാം വെള്ളം എത്തിച്ചിരുന്നത്. അടുത്തതായി കാണുന്നത് ഷേർഷാ സൂരിയുടെ ഒരു ദർബാറിലെ പ്രധാനിയായിട്ടുണ്ടായിരുന്ന ഇസാഖ് ഖാൻ നിയാസിയുടെ ഒരു ടോംബാണിത്. ഹുമയൂൺ ടോംബും ഗാർഡനും പണിയുന്നതിന് 20 വർഷം മുമ്പ് തൊട്ട് ഇതിവിടെ ഉണ്ട്. Thank you for watching. See you next video. Signing off, Lenu.